എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം ധർമ്മം വിളിച്ചിട്ട് ആരിനോട് ആ കാര്യങ്ങളൊക്കെ പറയണം. മിത്ര കല്യാണത്തലേന്ന് ഒളിച്ചോടി, കല്യാണം മുടങ്ങി. അത് മാത്രമല്ല, ഇവിടെ ഇരുന്ന് സ്വർണ്ണാഭരണങ്ങൾ മൊത്തം അടിച്ചോണ്ട് അവള് പോയിരിക്കുന്നതെന്ന്. ഈ സമയം ആരിനത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് സന്തോഷം തോന്നിയത്. അവൾക്ക് അങ്ങനെ തന്നെ വേണം. അവളുടെ അഹങ്കാരത്തിന് അവളോട് ഞാൻ പലവട്ടം പറഞ്ഞ. പക്ഷെങ്കിലും ധർമ്മം ഇത് കേട്ടപ്പോ സങ്കടം വന്നേ. ധർമ്മം പറഞ്ഞ ആര്യം നീ ഇങ്ങനെയൊന്നും സംസാരിക്കലെന്ന് പറയണം. അവൾ പോയി അനുഭവിച്ചിട്ട് വരട്ടെ മാമ. ഇനി മാമൻ അതിനെ കൂടെ ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ആര്യ ഫോൺ വെക്കുവാണ്. എന്നാലും ആര്യന്റെ മനസ്സ് വല്ലാത്തൊരു വിഷമമായിരുന്നു. ആര്യന്റെ മകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ പോലും അവൾ ഒരു ചതിക്കുഴിയിലേക്കാണല്ലോ ചെന്ന് പെട്ടത്. ആ മിഥുന് അവനായിരിക്കും കടത്തിക്കൊണ്ട് പോയിരിക്കണേ. അങ്ങനെയാണെങ്കിൽ അവൻ പക്ക ഫ്രോഡാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും എന്റെ ഭഗവാനെ എന്നൊരു ചിന്ത ആന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അങ്ങനെ ആര്യൻ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് മീനാക്ഷിയും ഗോമതി എന്താ ആര്യ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണമെന്ന് ചോദിക്കും. ഒന്നുമില്ലമ്മേ, ഒരു പ്രശ്നമില്ല എന്ന് പറയും. ഇനി ഇപ്പൊ അമ്മയോട് പറഞ്ഞിട്ട് അമ്മ എന്തിനാ വെറുതെ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? അതിന്റെ കാര്യമില്ലോ. അമ്മയോട് ഇപ്പം തൽക്കാലത്തേക്ക് പറയണ്ട. അങ്ങനെ അങ്ങോട്ട് നേരെ ചെല്ലുവാണ്. ഈ സമയം നന്ദന്റെ കടയിലേക്കാണ് ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞപ്പോ നന്ദനം ചോദിച്ചു, എന്താ ആര്യ ആന്റെ മുഖം എന്താ വല്ലാതിരിക്കണേ? ഒന്നുമില്ല ബ്രോ എന്ന് പറയണം. എന്തോ കാര്യമായിട്ടുണ്ടല്ലോ, എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറയും. അത് പിന്നെ എന്താന്ന് വെച്ചാ എന്റെ ഒരു മുറപ്പെണ്ണുണ്ടായിരുന്നു. മുറപ്പെണ്ണെന്ന് പറഞ്ഞാൽ അമ്മയുടെ ആംഗ്ലയുടെ മോള്, അവളുടെ കല്യാണം എഴുതുന്നേ. ആ മുഹൂർത്തത്തിന്റെ സമയത്ത് തന്നെ അവൾ ഒളിച്ചോടി എന്ന് പറയാണ്. ഒളിച്ചോടിയാ? അതെ, അതൊരു പക്ക ഫ്രോഡിന്റെ കൂടെയാണ് പോയിരിക്കുന്നത്. അവളുടെ കല്യാണം മുടങ്ങി, സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റിയിരിക്കുന്ന അവള് പോയിരിക്കുന്നു പറയാം. പെട്ടെന്ന് നന്ദനം പറഞ്ഞതേ, കല്യാണം മുടങ്ങി ശരി തന്നെ, പക്ഷെ മിത്രയുടെ കല്യാണം ഉടനെ നടക്കും എന്ന് പറയണ. മിത്രയുടെ കല്യാണം ഉടനെ നടക്കും, ആ ഫ്രോഡുമായിട്ട് നടക്കും എന്ന് പറയണേ. ഫ്രോഡുമായിട്ടൊന്നും അല്ല, നല്ല ഒരുത്തനുമായിട്ടാ നടക്കാൻ പോകുന്ന പറയണം. നല്ല ഒരുത്തനുമായിട്ടോ? അതായത് നന്ദൻ അവനെ കുറിച്ച് അറിയത്തില്ലാത്തോണ്ടാണ് ഇതിനെ കുറിച്ച്. അവനെ പോലെ ഒരു പൂലോ ഉടായ്പനെ ഞാൻ ഇവിടെ കണ്ടിട്ടേ ഇല്ലെന്ന് പറയണം. അതെ, അവനൊന്നും അല്ല കെട്ടാൻ പോകുന്നേ. അവൻ മിത്രൻ നല്ലൊരു പയ്യൻ കിട്ടുമെന്ന് പറയും. കെട്ടിയേ തന്നെ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ അവളെ വേറെ കിട്ടുന്നേന്ന് ചോദിക്കാം. നന്ദനം പറഞ്ഞൊന്നും അങ്ങോട്ട് മനസ്സിലായില്ല. വെറുതെ പുളു അടിക്കില്ല എന്റെ ബ്രോ എന്ന് പറയാണ്. ഈ സമയത്ത് ഗോമതി ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് തിരികെ വരുവാണ്. അപ്പൊ മീനാക്ഷി ഉണ്ട്. പെട്ടെന്നാണ് ആര്യന്റെ ഫോൺ കോള് വരുന്നത്. ആര്യന്റെ അല്ല, ആകാശിന്റെ ഫോൺ കോള് വരുന്നേ മീനാക്ഷിക്ക്. മീനാക്ഷി കോൾ എടുത്തു. എന്താ ആകാശേട്ടാ, എന്താ വിശേഷം ഉണ്ടെന്ന് ചോദിക്കണം. ആര്യം പതുക്കെ പുറത്തിറങ്ങിയാ സംസാരിക്കുന്നത്. കാരണം ഒരു കാരണവശാലും അച്ഛനത് ആരും അറിയരുത്, അമ്മയോടൊന്നും പറയില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. അതെ, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാം. എന്താ കാര്യം? അവിടുത്തെ കല്യാണമൊക്കെ നടന്നെന്ന് ചോദിക്കും. കല്യാണം നടന്നില്ല. അതെന്താ കല്യാണം നടക്കാത്തെ? ആകെപ്പാട് ടെൻഷനായി മീനാക്ഷിക്ക്. അതെ, മിത്ര ഇവിടെയില്ല, മിത്ര ഒളിച്ചോടി എന്ന് പറയണം. കല്യാണത്തിന്റെ തലേദിവസം അവള് സ്വർണ്ണമൊക്കെ ആയിട്ട് ഒളിച്ചോടി എന്ന് പറയാം. ഒളിച്ചോടിയോ? ഇത് ഗോമതി കേട്ട് ഒളിച്ചോടി എന്ന് പറയണേ. ഗോമതി പെട്ടെന്ന് ചാര എന്താന്ന് ചോദിക്കാണ്. ഈ സമയം ആകാശ് അമ്മയോട് ഇപ്പൊ തൽക്കാലത്തേക്ക് പറയണ്ട കേട്ടോ, അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണെന്ന് പറയാ. അല്ല ആകാശേട്ടാ, കാര്യം എന്താന്ന് പറ. എന്നിട്ടിപ്പൊ എന്താ? അതെ, അലോകന്റെ കല്യാണം മുടങ്ങിയിട്ടുണ്ട്. ആകെപ്പാടെ പ്രശ്നമായിട്ടിരിക്കാം. അവിടെയാണെങ്കിൽ അവിടെ മാമാരെല്ലാം ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. ഇവിടെയാണെങ്കിൽ അച്ഛനും ഭയങ്കര വിഷമം. ഞങ്ങളൊക്കെ പോയി അന്വേഷിച്ചു, പക്ഷെ ഇതുവരെയായിട്ട് ഒരു വിവരം കിട്ടിയിട്ടില്ല. ആരുടെ കൂടെ പോയ എന്താ ഏതൊന്നും അറിയില്ലെന്ന് പറയണം. നീ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾ ഇവിടെ എല്ലാം അന്വേഷിക്കുന്നുണ്ടെന്ന് പറയാ. ഇതൊക്കെ പറഞ്ഞിട്ട് ആകാശ് ഫോൺ കട്ടി വേണം. പെട്ടെന്ന് ഗോമതി ചോദിച്ചു, എന്താ മോളെ, എന്താ കാര്യം എന്ന് പറയണേ? ഒന്നുമില്ല, എനിക്കറിയാം മോളുടെ മനസ്സിൽ എന്തോ ഉണ്ട്. ആരോ ഒളിച്ചോടിപ്പോയ കാര്യം പറയുന്നുണ്ടായിരുന്നു. ദേ മോൾ എന്റെ മുഖത്തേക്ക് നോക്ക്. മോൾക്ക് കള്ളം പറയാൻ അറിയത്തില്ല. ഈ അമ്മയോട് മോള് കള്ളത്തരം പറയരുത്. എന്താ കാര്യം എന്ന് ചോദിക്കാം. അല്ല അത് അമ്മേ, പിന്നെ ഞാന് ദേ വെറുതെ കിടന്ന് ഉരുണ്ട് കളിക്കണ്ട മീനാക്ഷി. കാര്യം എന്താന്ന് എന്നോട് പറ. എനിക്കാണ് ആകെപ്പാ ടെൻഷനാ. ഇന്നലെ തൊട്ട് ഞാൻ ആ സ്വപ്നം കണ്ടത് പിന്നെ മനസ്സിന് വല്ലാത്തൊരു ഭാരമാണ്. ഈ സമയം മീനാക്ഷി പറഞ്ഞു, അമ്മ സ്വപ്നത്തിൽ കണ്ടപോലെ തന്നെ വലിച്ചെന്ന് പറയാം. സ്വപ്നത്തിൽ കണ്ടപോലെ എന്താ കാര്യം എന്ന് പറയണ? അതെ, കൃഷ്ണമംഗലത്തെ കല്യാണം നടന്നില്ല എന്ന് പറയണ. നടന്നില്ലേ? അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ? മിത്ര ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയെന്ന്. ഇത് കേട്ടതും ഗോമതി നെഞ്ചിത്തെറിഞ്ഞ് നിലവിളിക്കുക. എന്റെ ഭഗവാനെ, ഞാൻ എന്താ കേൾക്കണേ? അമ്മ ഇങ്ങനെ അലപ്പുറയിട്ട് കരയില്ല, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല മോളെ, ആരുടെ കൂടെ പോയെന്ന് അതൊന്നും അറിയില്ല. സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുന്നത്. എല്ലാരും അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ എവിടെയാ എന്താന്നൊരു വിവരം കിട്ടിയില്ലെന്ന് പറയാം. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, ഇനിയിപ്പൊ എന്ത് ചെയ്യും? അറിയില്ലമ്മേ, ഒരു പക്ഷേങ്കിൽ അമ്മയുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടോണം. എന്ത്? അല്ല എന്റെ മോളെ, ഞാൻ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്നാ പ്രാർത്ഥിച്ചേ. ഈ സമയം ഗോമതിക്ക് ടെൻഷൻ കേട്ട് ഗോമതി ബാ, എനിക്ക് ഒന്നുകൂടെ ഭഗവാന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് മീനാക്ഷിയും കൂട്ടി വീണ്ടും തിരികെ പോവാണ്. അമ്മ എന്താ കാണിക്കണമെന്ന് ചോദിക്കുക. വാന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടങ്ങ് പോവാ. പിന്നീട് ഭഗവാന്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുക. എന്റെ ഭഗവാനെ, മിത്രമോളുടെ കല്യാണം നല്ല രീതിയിൽ നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചല്ലേ. അവൾക്ക് നല്ലൊരു ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചില്ല. എന്നിട്ടോ ആ കല്യാണം മുടങ്ങിപ്പോയി. ഇതിനു വേണ്ടിയിട്ടാണോ ഞാൻ നിന്റെ തിരുനടയെ വന്ന് കുറച്ചു മുമ്പ് വരെ പ്രാർത്ഥിച്ചേ? എന്റെ പ്രാർത്ഥന നീ കേട്ടില്ലല്ലേ?
കണ്ടോ, എനിക്ക് മനസ്സിലായി, ഞാൻ വെറുതെ വന്ന് പ്രാർത്ഥിച്ചേപ്പി, എന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയില്ലല്ലേ. മിത്രമോളുടെ വിവാഹം മുടങ്ങി, അവിടെ എന്തായിരിക്കും അവസ്ഥ അമ്മയുടെ. അതോടൊപ്പം തന്നെ അനന്തേട്ടം അച്യുതേട്ടം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു സമയത്ത് ഞാൻ അവരെയെല്ലാം വേദനിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചാണ്. ഇപ്പോഴാണ്ടേ അടുത്ത ഇതും കൂടെ. ഇതൊക്കെ അവർക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? ദൈവം അവർക്ക് ഇത് സഹിക്കാനുള്ള ശക്തി കൊടുക്കണം. എങ്ങനെയെങ്കിലും മിത്രമോളെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് അവളെ അങ്ങോട്ട് എത്തിക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കുക. ഈ സമയം മീനാക്ഷി പറഞ്ഞു, അമ്മേ ഒന്ന് ഇങ്ങനെ ഒച്ചപ്പാട് വെച്ച് കരയില്ലേ, എന്റെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയാം. പക്ഷെ അതൊന്നും ഗോമതി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് നന്ദൻ അങ്ങോട്ട് വരുന്നത്. നന്ദൻ അങ്ങനെ പതുക്കെ അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ഗോമതിയെ കൈ പിടിച്ച് എഴുന്നേപ്പിക്കുക. എന്ത് പറ്റി കരയണേന്ന് ചോദിക്കുക. അപ്പൊ നന്ദനെ നല്ല പരിചയമുണ്ടല്ലോ. അല്ല അത് പിന്നെ ഞാൻ. മീനാക്ഷി പറഞ്ഞു, കല്യാണം മുടങ്ങിയോ? അതെ, അമ്മയുടെ ആങ്ങളുടെ മോളുടെ കല്യാണം മുടങ്ങി. അപ്പൊ അതിന്റെ വിഷമത്തിലാ. ശരിക്കും പറഞ്ഞ ആര്യന്റെ മുറപ്പെണ്ണായിരുന്നു. അപ്പൊ അവൾ ആരുടെയോ കൂടി ഒളിച്ചോടിയെന്ന് പറഞ്ഞു. ഇന്നായിരുന്നു മുഹൂർത്തം എന്ന് പറയാം. അത് കേട്ടെന്ന് നന്ദനം പറഞ്ഞു, അതൊരു നല്ല കാര്യമല്ലേന്ന് ചോദിക്കും. നല്ല കാര്യമോ? അതെ, കല്യാണം മുടങ്ങിയത് നല്ലതല്ലേന്ന് ചോദിക്കണം. അതുകൊണ്ട് എന്താ, മിത്രയ്ക്ക് കിട്ടാൻ പോകുന്ന നല്ലൊരു ചെറുപ്പക്കാരനല്ലേ കിട്ടാൻ പോണെന്ന് ചോദിക്കും. ഇതേ നന്ദന, നീ എന്തൊക്കെയാ പറയണത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലേ. ഇതേ അല്ലേ തന്നെ എനിക്ക് ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിൽക്കുക. നീ വെറുതെ ഇങ്ങനെ ഓരോന്നും പറയില്ലെന്ന് പറയണം. മിത്രയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. മിത്രയുടെ കല്യാണം നല്ല മംഗളകരമായിട്ട് ഇതേ ഈ ഗുരുവായൂരപ്പന്റെ മുന്നിൽ വെച്ച് നടക്കും. ഇത് ഞാൻ ഈ നന്ദനെ പറയണേ. അതെ, ഞാൻ പറഞ്ഞില്ലേ, അത് കാണാനുള്ള യോഗവും അമ്മയ്ക്ക് ഉണ്ടാവുമെന്ന് പറയാം. ഇതേ വെറുതെ പറയരുത്. അവൾ ആരുടെയോ കൂടെ ഒളിച്ചോടി പോയേക്കുക. എവിടെ എന്താന്ന് പോലും അറിയത്തില്ല. പിന്നെ നന്ദനെ എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാ ഇത് വിശ്വസിക്കുന്നേ? ഗുരുവായൂരപ്പൻ പോലും എന്റെ പ്രാർത്ഥന കേട്ടിട്ടില്ല. പിന്നെയാണ് അതൊക്കെ നടക്കുന്നേ. മിത്രയ്ക്ക് നല്ലൊരു ഭർത്താവിനെ തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്. അതോർത്ത് യാതൊരു ടെൻഷൻ വേണ്ട. പ്രാർത്ഥന ഭഗവാൻ കേട്ടിട്ടുണ്ട്. നല്ലൊരു ഭർത്താവിനെ കിട്ടണം, അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണം എന്നല്ലേ അമ്മ പ്രാർത്ഥിച്ചേ. അമ്മയുടെ പ്രാർത്ഥന ഗുരുവായൂരപ്പൻ കേട്ടിട്ടുണ്ട് എന്ന് പറയാം. ഈ സമയം മീനാക്ഷി പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ അവൾ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ, അവൾ ഒളിച്ചോടി പോയ ചെറുപ്പക്കാരൻ നല്ലവനായിരിക്കും. അതുകൊണ്ടായിരിക്കും നന്ദനെ അങ്ങനെ പറഞ്ഞെന്ന് പറയാം. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അതെ അമ്മ വിഷമിക്കണ്ട, ധൈര്യമായിട്ട് പൊക്കോളം പറഞ്ഞിട്ടൊക്കെ പറഞ്ഞു വിടുവാണ്. ഈ സമയം ഗോമതി പറഞ്ഞു, എന്നാലും എനിക്കെന്തോ അവൾ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ മീനാക്ഷി പറഞ്ഞു, നന്ദൻ അത്ര ആത്മവിശ്വാസത്തിന് പറഞ്ഞ അമ്മ കേട്ടില്ലേന്ന് ചോദിക്കുക. പിന്നെ അവൻ അങ്ങനെയൊക്കെ പറയാം, പക്ഷെ നമ്മുടെ കാര്യം അങ്ങനെയല്ലോ എന്ന് പറയണം. അങ്ങനെ സങ്കടപ്പെട്ട് ക്ഷേത്രത്തിൽ അങ്ങോട്ട് പോയി ഇറങ്ങി നടക്കുന്ന സമയത്താണ് ജാനകിയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ജാനകിയും ശരണും ഒക്കെ ഉണ്ടായിരുന്നു. ജാനകി കണ്ടു ചോദിച്ചു, എന്ത് പറ്റി ഗോമതി ചേച്ചി എന്നെ കരയണേ, മുഖം എന്താ വല്ലായിരിക്കണേന്ന് ചോദിക്കും. ഈ സമയം മീനാക്ഷി പറഞ്ഞു, അമ്മയാണെങ്കിൽ ആകെപ്പാടെ വിഷമത്തിലിരിക്കുക. അല്ല കാര്യം എന്താ? അതെ, അമ്മയുടെ ആങ്ങളുടെ മോളുടെ കല്യാണമായിരുന്നു ഇന്ന്. അമ്മ അതിനും കൊണ്ട് വേണ്ടി പ്രാർത്ഥിക്കാനും ഭജനം ഇരിക്കാനും ഇങ്ങോട്ട് വന്നേ. അതെ, ആ പെൺകുട്ടി ഒളിച്ചോടിപ്പോയെന്ന് പറഞ്ഞു. ഒളിച്ചോടിപ്പോയാ? അതെ, അതുകൊണ്ട് അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മ സങ്കടപ്പെടുന്ന വെച്ചു. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളുടെ ഒരു കാര്യേ ഒന്നും നോക്കില്ല, മിന്നും നോക്കത്തില്ല, ഇറങ്ങി അങ്ങോട്ട് പോകുന്നു പറയാണ്. അല്ല മോളുടെ വല്ല ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് നോക്കുമ്പോ കാണാലോ, അറിയാലോ. ഞാനാണെങ്കിലും കണ്ടാൽ നിങ്ങളോട് പറയാലോ എന്ന് പറയാ. ഒന്ന് കാണിക്കാമെന്ന് ചോദിക്കുക. ഇത് കേട്ടത് മിത്ര പറഞ്ഞു. ഉണ്ടെന്ന് പറഞ്ഞിട്ട് മിത്ര എന്ത് ചെയ്യുവാണ്, ഫോണിനകത്തൊന്നത്ത് ഫോട്ടോ കാണിക്കുക. ഇത് കണ്ടത് ഒരു നിമിഷം ഞെട്ടിപ്പോയാല്, അയ്യോ ഈ പെൺകുട്ടിയെ ഞാൻ ഇവിടെ എവിടെയോ വെച്ച് കണ്ടെന്ന് പറയണ. ആ സമയത്താണ് ആര്യനും അങ്ങോട്ട് വന്നേ. അപ്പൊ ആര്യനും തടഞ്ഞു. ഇവിടെ വെച്ച് കണ്ടോ? എവിടെ വെച്ച്? ഞാൻ കണ്ടു, ഈ പെൺകുട്ടിയെ തന്നെ ഞാൻ കണ്ടെന്ന് പറയണ. പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, അതെ വേറെ എവിടെയും വെച്ചല്ല, നമ്മൾ താമസിക്കുന്ന ഈ ഹോട്ടലിൽ തന്നെ ഉണ്ടെന്ന്. ഇവിടെയുണ്ട്? അതെ, ഇവിടെ വെച്ച് തന്നെ കണ്ടതാ. കൂടെ ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ തോന്നി. ആ പെൺകുട്ടികൾ വളരെ മോശമായിട്ട് അവൻ പെരുമാറുന്ന കണ്ടെന്ന് പറയാം. ഇത് കേട്ടതും ആര്യം പറഞ്ഞു, അന്നാ അവൻ തന്നെയാ മിഥുന, അവൻ പക്ക ഫ്രോഡാന്ന് പറയാണ്. എനിക്ക് അപ്പോഴേ സംശയം തോന്നിയതാ. എന്നോടും ചരനോടും ഒക്കെ വളരെ മോശമായ രീതിയിൽ അവൻ സംസാരിച്ചേ. ഞാനപ്പോ ചോദ്യം ചെയ്യുകയും ചെയ്തതാ. ദൈവമേ, അന്നെങ്കിൽ ആ പെൺകുട്ടി അപകടത്തിലാട്ടോ. നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ കുട്ടീനെ രക്ഷിക്കാൻ നോക്കാൻ പറയാ. ഇത് കേട്ടതും ഗോമതി നെഞ്ചേത്തൊരു നിലവിളിച്ചുകൊണ്ട് പെട്ടെന്ന് റൂമിലേക്ക് ഓടുക. ഈ കൂടെ ആര്യനും മീനാക്ഷിയൊക്കെ അങ്ങോട്ട് ചെല്ലുവേണം. പക്ഷേങ്കിൽ ആ സമയത്ത് റൂമിൽ ചെല്ലുമ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു. കാരണം ഇതിനു മുമ്പ് സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ചതിയൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മിഥുന്റെ ചതി തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവിടുന്ന് മീനാക്ഷി മിഥുന്റെ പുറകെ ഓടുന്നുണ്ട്. കാരണം മിഥുൻ ഇത്ര സമയം തന്നോട് പറഞ്ഞെല്ലാം കള്ളത്തരമാണോ, അവൻ പക്ക ഫ്രോഡാന്നുള്ള കാര്യം മീനാക്ഷി തിരിച്ചറിഞ്ഞു. തന്റെ സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് അവൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ തന്നെ ഉപേക്ഷിച്ച് കളയാനായിരുന്നു അവന്റെ പ്ലാനും പദ്ധതികളും ഒക്കെ മീനാക്ഷി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതറിഞ്ഞു കഴിഞ്ഞപ്പം അവനെ പിടികൂടാൻ മീനാക്ഷി അല്ല മിത്ര, ഇടയ്ക്ക് മീനാക്ഷി എന്ന് പറഞ്ഞു എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. അങ്ങനെയുണ്ട്, സോറി കേട്ടോ. അങ്ങനെ മിത്ര അവന്റെ ചതിയൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ ആ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ടായിരുന്നു. അവര് വന്നു കഴിഞ്ഞപ്പോൾ അവിടെയൊന്നും കാണാൻ പറ്റിയില്ല. എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ആരും എല്ലാവരും നിൽക്കുന്ന സമയത്ത് ഗോമതി പറഞ്ഞു, എനിക്ക് എത്രയും പെട്ടെന്ന് മിത്രമോളെ കാണണം, അവൾക്കൊരു അപകടം സംഭവിച്ചു കൂടുന്നു പറയാണ്. ഈ സമയത്ത്
ആര്യം ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആര്യനും കൂടെ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക, എന്റെ ദൈവമേ എന്റെ മിത്രമോൾക്ക് ഒരു ആപത്ത് വരുത്തല്ലേ, അവളെ കാത്തോണേന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.